മാസത്തെ അനുഭവവുമായി ഞങ്ങൾ വീണ്ടും വന്നിരിക്കുന്നു. വീഡിയോ മുഴുവൻ കാണണേ. ഹായ്, മുടി വരുന്ന സന്തോഷത്തിലാണ്. പക്ഷേ എങ്കിൽ കൂടി പ്രകൃതി നമുക്ക് തന്നിരിക്കുന്ന ഒരു അവസ്ഥയ്ക്ക് നമ്മൾ താൽക്കാലികമായിട്ടൊരു പരിഹാരം കാണുമ്പോൾ അതിന് ചില പ്രയാസങ്ങളുണ്ടാവും. എൻ്റെ ഇവിടെ ഇപ്പോഴും ഒരു വല്ലാത്തൊരു മരവിപ്പ് തന്നെയാണ്. പലപ്പോഴും ഉറങ്ങുന്നൊരു സമയത്ത് ചെറിയ പ്രയാസമുണ്ട്. ഒരു 7th ഗ്രേഡ് കഷണ്ടിക്കാരൻ എന്ന നിലക്കും പ്രായം 35 കഴിഞ്ഞതുകൊണ്ടും തന്നെ എൻ്റെ റിസൾട്ട് ഞാൻ ഏറെ സംതൃപ്തനാണ്. ഇപ്പം ട്രാൻസ്പ്ലാന്റേഷൻ്റെ പ്രധാനപ്പെട്ട ബുദ്ധിമുട്ടുകളൊക്കെ അവസാനിച്ചുകൊണ്ട് നല്ലപോലെ കിടക്കാനും അതേപോലെ യാത്ര ചെയ്യാനും യാതൊരു ബുദ്ധിമുട്ടുമില്ല. അപ്പം നിങ്ങൾ ഒരിക്കലും സമയം പാഴാക്കാതെ ഏറ്റവും വേഗത്തിൽ, ഇത് നമുക്ക് ഏറ്റവും അനുയോജ്യമായ സമയമാണ്, തണുപ്പുള്ള അല്ലെങ്കിൽ മഴയുള്ള സമയത്ത് ട്രാൻസ്പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് ഏറ്റവും പോസിറ്റീവായ ഒരു സമയം കൂടിയാണ്. ഈ സമയം കൂടി നിങ്ങൾ എല്ലാവരും ഉപയോഗപ്പെടുത്തണം. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഈ ചാനലിനെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഞാൻ സുനീർ, കോഴിക്കോട് ജില്ലയിലെ നടുവണ്ണൂരാണ് സ്വദേശം. കഴിഞ്ഞ മാസം കോയമ്പത്തൂർ HNS വെച്ച് ഗ്രാഫ്റ്റിന് 10 രൂപ രീതിയിൽ മുടി വെച്ച് പിടിപ്പിച്ച വ്യക്തിയാണ്. കഴിഞ്ഞ 15 വർഷങ്ങൾക്ക് മുമ്പേ നഷ്ടപ്പെട്ട എൻ്റെ മുടികൾ ഓരോന്നായിട്ട് തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നു എന്ന സന്തോഷമാണ് ഈ ഒരു മാസ കാലയളവിൽ നിങ്ങളോട് പങ്കുവെക്കാനുള്ളത്. ട്രാൻസ്പ്ലാന്റ് ചെയ്ത ഭാഗത്ത് നേരത്തെ നന്നായി മുടി വന്നിരുന്നുവെങ്കിലും ഇപ്പം നിരാശയുടെ ഒരു സമയമാണ്, ചെറിയ നിരാശ. ഈ സന്തോഷത്തിൽ ആ നിരാശ മറച്ചു വെക്കുന്നില്ല. ഇപ്പോൾ ഷെഡിങ് ടൈമാണ്. നമുക്കൊക്കെ അറിയാം, ആദ്യത്തെ മാസം മുതൽ തന്നെ എനിക്കൊരു 10-20 ദിവസത്തിന് ശേഷം ഷെഡിങ്, അതായത് ഒരു 75% മുടി ഇവിടെ നിന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ട്. വീഡിയോയിൽ ക്ലിയർ ആവുന്നുണ്ടോ എന്നറിയില്ല, ഞാൻ കുറച്ചും കൂടി വ്യക്തമായ വീഡിയോ തരാം. അപ്പോൾ ഇവിടെ ചില മുടികൾ മറ്റു മുടികളെ പോലെ തന്നെ വളരെ വലിയ മുടിയായിട്ടുണ്ട്. ചിലത് ചെറിയ മുടിയാണുള്ളത്, ചിലത് വളരെ കുറ്റിയുള്ള മുടിയാണ്, ചിലത് അവിടെയുള്ള സ്പോട്ട് മാത്രമായിട്ടാണ് വരുന്നത്. നമുക്കറിയാം, ആദ്യത്തെ 4 മാസം ഷെഡിങ് ടൈമാണ്. ഈ സമയത്ത് മുടിയെല്ലാം കൊഴിഞ്ഞ് പുതിയ മുടി തിരിച്ചു വരുന്ന സമയമാണ്. അപ്പം ഹോസ്പിറ്റലുമായിട്ട് നമ്മുടെ ആശങ്ക പങ്കുവച്ചിരുന്നു എങ്കിൽ കൂടി ഡോക്ടർ പറഞ്ഞത് യാതൊന്നും ഭയക്കേണ്ടതില്ല. നേരത്തെ മുടിവെച്ച ദിവസം ആദ്യത്തെ 2-3 ദിവസം നമുക്ക് പാലടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ ഒഴിവാക്കണമെന്നുണ്ടായിരുന്നു. അതൊക്കെ പാലിച്ചു. അപ്പോൾ അതിനുശേഷം 20 ദിവസത്തേക്ക് നോൺ വെജ് ആഹാരങ്ങളൊന്നും കഴിക്കാൻ പാടില്ല. മുട്ട, മീൻ പോലെയുള്ള ഒന്നും കഴിക്കാൻ പാടില്ല. അതൊക്കെ കൃത്യമായിട്ട് പാലിച്ചു. അതേപോലെ ഹെഡ് വാഷ് കഴിഞ്ഞാൽ ഒന്നിടവിട്ട ദിവസങ്ങളിൽ ബേബി ഷാമ്പു ഉപയോഗിച്ചുകൊണ്ട് തല വൃത്തിയാക്കണം. തല എപ്പോഴും വൃത്തിയായിരിക്കണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കണ്ടീഷനാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ബേബി ഷാമ്പു ഒരു വലിയ പാക്കറ്റ് വാങ്ങിയിട്ടുണ്ട്. അത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തിട്ട് കിട്ടിയതാണ്. ഇത് 200 ml ആണ്. ഇതിൻ്റെ യഥാർത്ഥ MRP 210 രൂപയാണ്. എനിക്കത് ഓൺലൈനായിട്ട് 150 രൂപയ്ക്ക് കിട്ടിയിട്ടുണ്ട്. അത് കൃത്യമായിട്ട് ഉപയോഗിച്ചുകൊണ്ടാണ് ഒരു പ്രധാനപ്പെട്ട വില്ലൻ ഇതുവരെ എനിക്ക് വന്നിട്ടില്ല. അത് വളരെ അത്ഭുതം തന്നെയാണെന്ന് തോന്നുന്നു. താരൻ ഇതുവരെ എനിക്ക് വന്നിട്ടില്ല. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മറ്റൊരവസ്ഥ, നേരത്തെ ആ മുടിയുടെ അവസ്ഥ പറഞ്ഞു കഴിഞ്ഞു. ഇപ്പോൾ ഇവിടെയുള്ള മറ്റൊരവസ്ഥ, ഇപ്പോഴും നമ്മുടെ അനസ്തേഷ്യയുടെ ഒരു എഫക്റ്റ് ഇപ്പോഴും ഇവിടെയുണ്ട്. ഇവിടെ ഇപ്പോഴും ഒരു മരവിപ്പാണ് ഈ ഭാഗത്ത്. കുറേ ഭാഗം, അതായത് കൃത്യമായിട്ട് നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ അത് എവിടെയാണ് തൊട്ടതെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. ആ കാര്യം ഞാൻ ഡോക്ടറോട് ചോദിച്ചിരുന്നു. ഡോക്ടർ പറഞ്ഞത് ചില ആളുകൾക്കത് വളരെ വേഗത്തിൽ ക്യൂർ ആവുകയും ചിലർക്കത് ഏകദേശം ഒരു 4 മാസത്തോളമൊക്കെ സമയമെടുത്തുകൊണ്ടാണ് അത് ക്ലിയർ ആവുക. നമ്മൾ അതിൻ്റെ കാര്യത്തിൽ യാതൊന്നും ഭയപ്പെടേണ്ട എന്നാണ് ഡോക്ടർ പറഞ്ഞു. പ്രകൃതി നമുക്ക് ഒരു പ്രത്യേക അവസ്ഥ തന്നിട്ടുണ്ട്. നമ്മളതിന് താൽക്കാലികമായിട്ട് മാറ്റം ഉണ്ടാക്കുമ്പോൾ എന്തെങ്കിലും ചില പ്രയാസങ്ങൾ അതുമൂലം ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് നമ്മൾ പ്രതീക്ഷിക്കണം. അതിൻ്റെ ഭാഗമായിട്ടായിരിക്കണം ഇവിടെ ഒരു നീർക്കെട്ട്. അതേപോലെ മറ്റു ഭാഗത്തെ അപേക്ഷിച്ച് ഇവിടെ കുറച്ച് കറുപ്പ് നിറമുണ്ട്. അപ്പം മുടി വെച്ച അല്ലെങ്കിൽ മുടിയെ ശ്രദ്ധിക്കുന്ന ആൾ മാത്രമേ നമ്മൾ മുടി വെച്ചു എന്നൊക്കെ ചോദിക്കുള്ളൂ. അല്ലാത്തവർക്ക് ആർക്കും അത് മനസ്സിലാവില്ല, അത് നോർമലായിട്ട് വരും. ഇനി നമുക്കൊരു കാര്യം ചെയ്യാൻ കഴിയുന്നത്, മറ്റു ഭാഗങ്ങളിൽ നല്ല വേഗതയിൽ തന്നെ മുടി വന്നിട്ടുണ്ട്. ഈ ഭാഗം വളരെ കുറച്ചാണ്. അപ്പോൾ നമുക്കൊന്ന് ഈ ഭാഗം ഒന്ന് ട്രിം ചെയ്യുന്നത് എത്രയും നന്നാവും. ഇനി നമുക്ക് വരാം. ഇപ്പോൾ നമുക്ക് ആകെയുള്ള ഗുളിക 1 മാസത്തിന് ശേഷം ഈ ഒരു ഗുളിക മാത്രമേ ഉള്ളൂ. അതായത് 14 ദിവസത്തിന് ശേഷം ആകെ ഒരു സഫോളി ടി എന്നുള്ള ബയോട്ടിൻ അടങ്ങിയ ഒരു ഗുളിക മാത്രമേ ഇപ്പോൾ നമ്മൾ കഴിക്കേണ്ടതായിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ
ആത്മവിശ്വാസം തിരികെ വരണമെങ്കിൽ നമ്മൾ എത്രത്തോളം ഇതുമായിട്ട് പൊരുത്തപ്പെടുന്നുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ എത്രത്തോളം ഇതിന് കെയർ ചെയ്യുന്നുണ്ടോ അതിനനുസരിച്ചായിരിക്കും ഇതിൻ്റെ വളർച്ചയും. അല്ലെങ്കിൽ നമ്മൾ ഇത് ചെയ്ത് നമുക്കൊരു വലിയ നഷ്ടം തന്നെയായിട്ട് മാറും. നമ്മളൊരു തൈ വാങ്ങി നട്ട് കഴിഞ്ഞാൽ അതിന് എത്രത്തോളം പരിചരിക്കുന്നുണ്ട്, ആ പരിചരണത്തിനനുസരിച്ചിട്ടായിരിക്കും പിന്നീട് അതിനുള്ള വളർച്ച. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ചിട്ട് ആദ്യത്തെ 2 മാസങ്ങൾ നമുക്ക് വലിയ നിർബന്ധങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, തല വിയർക്കാൻ പാടില്ല. അപ്പം ആ വിയർപ്പ്, ഒരു പക്ഷേ വിയർപ്പിൻ്റെ അംശങ്ങൾ ഇവിടെ കെട്ടിക്കിടക്കുമ്പോൾ ചെറിയ മുടിയുടെ രോമങ്ങൾ ഉയർന്നു വരുന്നതിന് അത് പ്രയാസം ഉണ്ടാക്കും. അപ്പം അങ്ങനെ വിയർക്കാതെ പരമാവധി നിൽക്കണം. ഇങ്ങനെ അഥവാ വിയർക്കുകയാണെങ്കിൽ ഒരു കോട്ടൺ തുണി എപ്പോഴും നമ്മൾ കരുതണം. നമ്മൾ എന്ത് ചെയ്യണം, ഈ ഭാഗത്ത് അത് ഒപ്പിയെടുത്തിട്ട് മാറ്റണം. അതുപോലെ തന്നെ ഇരുചക്ര വാഹനങ്ങൾ നമ്മൾ സഞ്ചരിക്കുമ്പോൾ ഹെൽമറ്റ് തീർച്ചയായിട്ടും ഒഴിവാക്കണം. പിന്നെ അതേപോലെ ജിമ്മ് പോലെയുള്ള ആക്ടിവിറ്റീസിൽ നമ്മൾ പോകാൻ പാടില്ല. മറ്റൊരു കാര്യം പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, കേപ്പ് ധരിക്കാനും പാടില്ല. അപ്പം എന്തായാലും ഇപ്പോൾ എൻ്റെ ഷെഡിങ് ടൈമിലാണുള്ളത്. നമുക്ക് ഡോണർ ഏരിയയുടെ ഭാഗത്തെ കാര്യങ്ങൾ നോക്കാം. നേരത്തെ വീഡിയോയിൽ പിറകിലെ ഭാഗത്ത് ഉണങ്ങാൻ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ ഉണ്ടായതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പം നമ്മുടെ ഹെഡ് വാഷിൻ്റെ സമയത്ത് അത്തരം കാര്യങ്ങൾ നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്തതാണ്. അതൊക്കെ ഇപ്പം പൂർണ്ണമായിട്ട് മാറിയിട്ടുണ്ട്. ഞാൻ എൻ്റെ വീഡിയോ മുകളിൽ തരാം. അപ്പം പൂർണ്ണമായിട്ട് അതൊക്കെ മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ കിടക്കാനൊക്കെ പ്രയാസം ഉണ്ടാവുമായിരുന്നു. എങ്കിൽ കൂടി ഇപ്പം മുടിയൊക്കെ പുതിയതായിട്ട് കിളിർത്ത് വന്നിട്ട് നമ്മുടെ നേരത്തെ മുടിയെടുത്ത ഭാഗം തീരെ കാണുന്നില്ല. അപ്പം അതൊക്കെ ഫില്ലായിട്ടുണ്ട്. ഇനിയിപ്പം 1 മാസമായിട്ടല്ലേ ഉള്ളൂ. കൂടുതൽ കഴിയുമ്പോൾ അത് കൂടുതൽ നന്നായിട്ട് ഫില്ലാവുകയും നമ്മൾ എടുത്ത ഭാഗം മനസ്സിലാവാതെ വരികയും ചെയ്യും. അപ്പം എൻ്റെ ഈ ഭാഗത്ത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് മുടിയുണ്ട്. അപ്പം അത് ഒന്നും കൂടെ നമ്മുടെ PRP ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ അതും ഒന്ന് നന്നായിട്ട് വന്നു കഴിഞ്ഞാൽ ഏകദേശം നമ്മുടെ പ്രോബ്ലങ്ങളൊക്കെ, മുടിയില്ലാത്ത പ്രോബ്ലങ്ങളൊക്കെ പരിഹരിക്കപ്പെടുമെന്നുള്ള ഒരു ആത്മവിശ്വാസമാണ് എനിക്കുള്ളത്. ഇത്രയുമാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കാനുള്ളത്. അതേപോലെ തന്നെ നേരത്തെ ഇവിടെയൊക്കെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവിടെയൊക്കെ ചെറിയ കുരുക്കൾ പോലെയുള്ള ഭാഗങ്ങൾ ചില സമയത്ത് പ്രത്യക്ഷപ്പെടുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് അത് വിയർപ്പിൻ്റെ ഒരു അംശമുള്ള സമയത്തോ മറ്റോ ആണ് അത്തരം കുരുകൾ അവിടെ വരുന്നത്. അത് ചെറിയ ചൊറിച്ചിലുണ്ടാക്കും. എപ്പോഴും നമ്മൾ ഈ ഭാഗത്ത് നിർബന്ധമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നഖം ഉപയോഗിച്ചുകൊണ്ട് ഏത് ഭാഗത്തായാലും, ഈ ഭാഗത്തൊന്നും എനിക്ക് തീരെ ചൊറിയില്ല, ട്രാൻസ്പ്ലാന്റ് ചെയ്ത ഭാഗത്ത് തീരെ ചൊറിയില്ല. എങ്കിൽ കൂടി ഡോണർ ഏരിയയിൽ ചിലപ്പോഴൊക്കെ ചൊറി വരാറുണ്ട്. അപ്പോഴൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഒരിക്കലും നഖം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ചൊറിയാൻ പാടില്ല. എപ്പോഴും നമ്മുടെ നഖം വെട്ടിയിട്ട് തന്നെ നടക്കുക. നമ്മളുടെ കരുതലാണ് നമ്മുടെ മുടിയുടെയും വളർച്ചയ്ക്ക് കാരണമാവുന്നത്. അപ്പം വിരലിൻ്റെ മുൻഭാഗം മാത്രം ഉപയോഗിച്ചുകൊണ്ട് പിറകുവശം തടവിയിട്ട് നമുക്ക് അതിൽ നിന്ന് രക്ഷ നേടാവുന്നതാണ്. അപ്പോൾ ഇനിയുള്ള വീഡിയോ എൻ്റെ PRPയുടെ വീഡിയോ ആണ്. അതുവരെ എല്ലാവർക്കും